be discussing about authentication header. നമുക്കറിയാം IPs ഒക്കെ മെയിനായിട്ട് രണ്ട് സെക്യൂരിറ്റി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഓതൻറ്റിക്കേഷൻ, പിന്നെ ഒന്ന് എൻക്രിപ്ഷൻ. അപ്പോൾ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓതൻറ്റിക്കേഷൻ ഹെഡർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ. ഇനി എൻക്രിപ്ഷന് വേണ്ടി എൻക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ESP. അപ്പോൾ ESP ഉപയോഗിച്ചാലും ബേസിക്കലി എൻക്രിപ്ഷൻ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ റിക്വയർഡ് ആണെങ്കിൽ ഓതൻറ്റിക്കേഷൻ കൂടി അതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ AH യൂസ് ചെയ്യുക, അല്ലെങ്കിൽ AH ഹെഡർ നമ്മുടെ പാക്കറ്റിനുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഞാൻ ഹെഡറിനെ ഫോളോ ചെയ്ത് വരുന്ന ഡേറ്റയെ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓതൻറ്റിക്കേഷൻ ഹെഡർ, അപ്പോൾ അത് മെയിനായിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ഫോർ ഡേറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ ഓഫ് ദ IP പാക്കറ്റ്സ്. അപ്പോൾ IP പാക്കറ്റിന് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അയച്ച പാക്കറ്റ് ട്രാൻസിറ്റിൽ ചേഞ്ച് ഒന്നും വരാണ്ട്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒന്നും വരാണ്ട് റിസീവർ സൈഡിലെത്തി എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അയച്ച പാക്കറ്റ് പോകുന്ന വഴിക്ക് ചേഞ്ച് ഒന്നും വരാണ്ട്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒന്നും വരാണ്ട് റിസീവർ സൈഡിലെത്തുക. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൻ സിസ്റ്റത്തിന് നമ്മൾ അയച്ച യൂസർ സെൻഡർ ചെയ്ത ആരാണോ ആളെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ ആളാണ് ഇത് അയച്ചതെന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ അതിനനുസരിച്ച് ട്രാഫിക്കിനെ ഫിൽറ്റർ ചെയ്യുക. അപ്പോൾ അഡ്രസ് സ്പൂഫിംഗ് അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ AH യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇറ്റ് ഓൾസോ ഗാർഡ്സ് അഗൻസ്റ്റ് റീപ്ലേ അറ്റാക്സ്. ഇനി ഓതൻറ്റിക്കേഷൻ നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്ന പാക്കറ്റിലെ മാക്ക് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് അതും കൂടി നമ്മൾ ഈ ഹെഡറിൻ്റെ കൂടെ എൻക്യാപ്സുലേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ ഫോമാറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ മാക്ക് വാല്യൂ കൂടി അസോസിയേറ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. സോ ഓതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ പർപ്പസ് നമ്മൾ മെയിനായിട്ട് അയക്കുന്ന പാക്കറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്ലസ് ഓതൻറ്റിക്കേഷൻ. സോ ദിസ് ഈസ് ദ ഓതൻറ്റിക്കേഷൻ ഹെഡർ ഫോമാറ്റ്. പിന്നെ ഫോർമാറ്റിൻ്റെ അത് ഫസ്റ്റ് കാണുന്നത് നെക്സ്റ്റ് ഹെഡർ എന്ന് പറഞ്ഞ ഫീൽഡാണ്. 8 ബിറ്റാണ് അതിൽ വരുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ ടൈപ്പ് ഓഫ് ദ ഹെഡർ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദിസ് ഹെഡർ. അപ്പോൾ ഇതിനെ ഫോളോ ചെയ്ത് വരുന്ന ഹെഡർ ഏതാണോ അതിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 8 ബിറ്റ്സിന് റിസർവ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് 8 ബിറ്റ്സ് ഫ്രം 8 to 16 പേലോഡ് ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ്സ് എ ലെങ്ത് ഓഫ് ഈ ഓതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ ലെങ്ത്ത് ഇൻ 32 bit വേർഡ്സ് -2. അതാണ് ഈ പേലോഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് 16 ബിറ്റ്സ് നമ്മൾ റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്. അപ്പം 0 ആയിട്ടായിരിക്കും ഇനിഷ്യലി നമ്മളതിനെ സെറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 0 to 31. അപ്പോൾ 32 ബിറ്റിൻ്റെ വാല്യൂ ആണ് ഈ SPI എന്ന് പറയുന്നത്. അപ്പോൾ SPI എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. ഒരു സെക്യൂരിറ്റി അസോസിയേഷനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിസീവർ സൈഡിൽ റിസീവിങ്ങിന് യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 32 ബിറ്റ് സ്ട്രിങ് ആണ് SPI എന്ന് പറയുന്നത്. നമ്മൾ ഈ അയക്കുന്ന ഒരു പർട്ടിക്കുലർ അസോസിയേഷനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് SPI ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ്. ഈ നെക്സ്റ്റ് കാണുന്നത് സീക്വൻസ് നമ്പർ. അപ്പോൾ സീക്വൻസ് നമ്പർ നമ്മൾ നോർമലി ഉപയോഗിക്കാറ് റീപ്ലേ അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു കൗണ്ടർ വാല്യൂ ആണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളതിനെ ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ്സ് ഓൾസോ എ 32 ബിറ്റ് വാല്യൂ. അപ്പോൾ SPIയും 32 ബിറ്റ് സ്ട്രിങ് ആണ്, സീക്വൻസ് നമ്പറും 32 ബിറ്റ് സ്ട്രിങ് ആണ്. അപ്പോൾ SPI ഉപയോഗിച്ച് നമുക്കൊരു സെക്യൂരിറ്റി അസോസിയേഷനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു 32 ബിറ്റിൻ്റെ സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂസിലെ ബിറ്റ് വാല്യൂസ് സെറ്റ് ആവുന്നത്. ഇനി ലാസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ഡേറ്റ. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ല, ഇറ്റ്സ് എ വേരിയബിൾ ലെങ്ത് ഡേറ്റ. അപ്പോൾ ഈ വേരിയബിൾ ലെങ്ത് ഫീൽഡിലാണെങ്കിലും ഇതിനുള്ളിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മാക്ക് വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ അല്ലെങ്കിൽ ICV എന്ന് നമ്മളതിനെ പറയും. സോ ഇറ്റ് ഡിനോട്ട്സ് ദ മാക്ക് വാല്യൂ ഫോർ ദ പാക്കറ്റ്. മാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. അപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയും അതിന് കൂടെ അഡീഷണൽ ആയിട്ടൊരു കീയും കൂടെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ നോർമലി മാക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഫോർ ഓതൻറ്റിക്കേഷൻ ഹെഡർ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫീൽഡ്, അതായത് ഈ ഓതൻറ്റിക്കേഷൻ ഡേറ്റ എന്ന് പറഞ്ഞ ഫീൽഡ്, അതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഇതിനുള്ളിലുള്ള വാല്യൂ നമ്മൾ ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ എന്നാണ് റെഫർ ചെയ്യുക. സോ ദ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡ് ഹോൾഡ്സ് എ വാല്യൂ റെഫേർഡ് ടു ആസ് ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻറ്റഗ്രിറ്റി ചെക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡായിരിക്കും. സോ ICV ഈസ് എ മെസ്സേജ് ഓതൻറ്റിക്കേഷൻ കോഡ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ മാക്ക് അൽഗോരിതം ഉപയോഗിച്ച് മാക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു. ഇനി അതിലെ കുറച്ച് ബിറ്റ്സിനെ ആയിരിക്കും നമ്മളതിൽ ഒരു പോർഷൻ ഓഫ് ബിറ്റ്സിനെ ആയിരിക്കും നമ്മൾ ICV ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ കോമ്പിനേഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് HMAC ആൻഡ് MD5. HMAC എന്ന് പറഞ്ഞാൽ ഹാഷ്ഡ് മാക്ക് വിത്ത് MD5. ഇവിടെ HMAC വിത്ത് SHA-1.
അപ്പോൾ രണ്ട് കേസിലും നമ്മൾ ഫുൾ HMAC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളതിനെ ഫസ്റ്റ് 96 ബിറ്റ് വെച്ച് ട്രങ്കേറ്റ് ചെയ്തിട്ട് ആ 96 ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ, അതായത് ഓതൻറ്റിക്കേഷൻ ഡേറ്റ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ 96 ബിറ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലെങ്ത്. അപ്പോൾ ICV നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻറ്റഗ്രിറ്റി ചെക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് HMAC വാല്യൂ ആണ്. അതിലെ ഫസ്റ്റ് 96 ബിറ്റ്സിനെ ബാക്കിയുള്ള നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് ഈ 96 ബിറ്റ്സ് ആയിരിക്കും നമ്മൾ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡിൽ ഇൻപുട്ട് കൊടുക്കുക. നമ്മൾ മാക് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എന്തെല്ലാം കമ്പോണൻസിനെ ഇൻപുട്ടായിട്ട് എടുത്താണ് മാക് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. സോ ദ മാക് ഈസ് കാൽക്കുലേറ്റഡ് ഓവർ IP ഹെഡർ ഫീൽഡ്സ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഇൻ ട്രാൻസിറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ചേഞ്ച് ഒന്നും വരാത്ത ഹെഡറിലുള്ള ഫീൽഡ്സ്. അപ്പോൾ IP ഹെഡറിൽ ചേഞ്ച് വരാത്ത ഫീൽഡ്സിനെയാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ ഫീൽഡ്സ് എന്ന് പറയുക. അപ്പോൾ മാക് കാൽക്കുലേഷനിൽ നമ്മൾ ചേഞ്ച് വരുന്ന വാല്യൂസിനൊന്നും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പോകുന്ന വഴിക്ക് ഇപ്പം എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആയി എന്ന് വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് റൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ അഡ്രസ്സിൽ ചേഞ്ച് വരാം. അപ്പോൾ ചേഞ്ച് വരുന്ന വാല്യൂസിനെ നമ്മൾ ഈ മാക് കാൽക്കുലേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ മാക് ഈസ് കാൽക്കുലേറ്റഡ് ഓവർ IP ഹെഡർ ഫീൽഡ്സ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ഇൻ ട്രാൻസിറ്റ്. പോകുന്ന വഴിക്ക് അല്ല ട്രാൻസിറ്റിൽ ചേഞ്ച് വരാത്ത വാല്യൂസ്, അതായത് ഇമ്മ്യൂട്ടബിൾ വാല്യൂസ്. അപ്പോൾ നമ്മൾ IP ഹെഡറിലുള്ള ഫീൽഡ്സിൽ ചേഞ്ച് വരാത്ത വാല്യൂസിനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഓർ ദാറ്റ് ആർ പ്രെഡിക്റ്റബിൾ ഇൻ വാല്യൂ അപ്പോൺ അറൈവൽ അറ്റ് ദ എൻഡ് പോയിൻറ്റ് ഫോർ ദ AHS. അപ്പോൾ റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസിറ്റിൽ ചേഞ്ച് വരരുത്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസിനെയാണ് നമ്മൾ IP ഹെഡറിൽ നിന്ന് നമ്മുടെ മാക് കാൽക്കുലേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേഞ്ച് വരുന്ന വാല്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പോൾ പ്രെഡിക്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡ്സിനെ എല്ലാം നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മാക്കിൻ്റെ കാൽക്കുലേഷൻ നടത്തുക. അപ്പോൾ മാക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് IP ഹെഡർ ഫീൽഡിൽ ട്രാൻസിറ്റിൽ ചേഞ്ച് വരാത്ത വാല്യൂസ്, അതായത് ഇമ്മ്യൂട്ടബിൾ ഫീൽഡ്സ് ഏതൊക്കെയാണോ അത് നോക്കുക, അതിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി അത് കൂടാണ്ട് റിസീവർ സൈഡിൽ എത്തുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെ, അപ്പോൾ അതിനെ കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അല്ല പോകുന്ന വഴിക്ക് ചേഞ്ച് വരാം, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ വാല്യൂ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ ഉള്ളതിനെല്ലാം നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ IP ഹെഡറിലെ ഏതെല്ലാം ഫീൽഡ്സിനെ മാക് കാൽക്കുലേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ നെക്സ്റ്റ് AH ഹെഡർ അതർ ദാൻ ദ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡ്. അപ്പോൾ നമ്മുടെ AH ഹെഡർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഹെഡർ. അതിനുള്ളിൽ ഈ ഒരു ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോർഷനും നമുക്ക് മാക് കാൽക്കുലേഷനുള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡ് അതിനകത്താണ് നമ്മൾ ICV സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഈ കാൽക്കുലേഷൻ ടൈമിൽ അതിനെ 0 ആയിട്ട് സെറ്റ് ചെയ്യും. സോ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഫീൽഡ് ഈസ് സെറ്റ് ടു 0 ഫോർ പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ അറ്റ് ബോത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഇനി തേർഡ് നമ്മൾ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യേണ്ടത് അപ്പർ ലെവൽ പ്രോട്ടോക്കോളിൽ നിന്ന് വരുന്ന ഡേറ്റ. അപ്പോൾ അത് പോകുന്ന വഴിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അസ്യൂം ടു ബി ഇമ്മ്യൂട്ടബിൾ ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ മോളിൽ നിന്ന് വരുന്ന TCP സെഗ്മെൻറ്റ് ആണെങ്കിൽ ആ സെഗ്മെൻറ്റിനെ അതേപടി നമുക്ക് മാക് വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ മാക് കമ്പ്യൂട്ടേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് IP ഹെഡറിൽ ട്രാൻസിറ്റിൽ ചേഞ്ച് ഒന്നും വരാത്ത വാല്യൂസ്, ചേഞ്ച് ഒന്നും വരാത്ത ഫീൽഡ്സ്, അല്ലെങ്കിൽ റിസീവർ സൈഡിലെത്തുമ്പം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസ്, പിന്നെ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഹെഡറിലെ ഓതൻറ്റിക്കേഷൻ ഡേറ്റ ഒഴിച്ച് ബാക്കിയുള്ള പോർഷൻ, പിന്നെ അപ്പർ ലെവൽ പ്രോട്ടോക്കോൾ ഡേറ്റ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ടേബിളിൽ കാണുന്നതാണ് നമുക്ക് ഏതെല്ലാം ഫീൽഡ്സ് മ്യൂട്ടബിൾ ആണ് അല്ലെങ്കിൽ ഇമ്മ്യൂട്ടബിൾ ആണ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ IPv4 ആണെങ്കിൽ ഇതിൻ്റെ ഹെഡർ ലെങ്തും സോഴ്സ് അഡ്രസ്സും ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. ഇമ്മ്യൂട്ടബിൾ ഇൻ ദ സെൻസ് ട്രാൻസിറ്റിൽ ചേഞ്ച് ഒന്നും അതിന് വരില്ല. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, മ്യൂട്ടബിൾ ബട്ട് പ്രെഡിക്റ്റബിൾ. എന്നുവെച്ചാൽ പോകുന്ന വഴിക്കല്ല ട്രാൻസിറ്റിൽ ചേഞ്ച് വരാം, പക്ഷേ നമുക്ക് റിസീവർ സൈഡിലെത്തുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതായിരിക്കും എൻ്റെ വാല്യൂ എന്നുള്ളത്. സോ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഈസ് കൺസിഡർഡ് ആസ് എ മ്യൂട്ടബിൾ ബട്ട് പ്രെഡിക്റ്റബിൾ വാല്യൂ. അപ്പോൾ IPv4ൻ്റെ കേസിലാണെങ്കിലും അതെ, V6ൻ്റെ കേസിലാണെങ്കിലും അതെ. ഇനി V6ൻ്റെ കേസിൽ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് പറയുന്നത് വേർഷനാണ്. ഇനി ലാസ്റ്റ് കാണിച്ചേക്കുന്നത് മ്യൂട്ടബിൾ ഫീൽഡ്സ് 0 പ്രയർ ടു ICV കാൽക്കുലേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ കാൽക്കുലേഷൻ പറഞ്ഞപ്പോഴൊക്കെ ICV കാൽക്കുലേഷന് മുമ്പ് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്തിട്ട് മാക് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് IPv4 ആണെങ്കിൽ ടൈം ടു ലീവും ഹെഡർ ചെക്സമ്മും ഫീൽഡുമാണ്. ഇനി IPv6 ആണെങ്കിൽ ഫ്ലോ ലേബൽ ഫീൽഡാണ്. അപ്പോൾ ഈ ഫീൽഡെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഇല്ല, പക്ഷേ ഇങ്ങനെ ഹെഡറിൽ ചില ഫീൽഡ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ചിലത് മ്യൂട്ടബിൾ ആണ്, ചിലത് പ്രെഡിക്റ്റബിൾ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഇൻറ്റഗ്രിറ്റി ചെക്ക് വാല്യൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നമ്മൾ AH അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് IPsec-ൻ്റെ 2 മോഡ്സിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ഇറ്റ് ക്യാൻ ബി എയ്തർ ട്രാൻസ്പോർട്ട് മോഡ് ഓർ ടണൽ മോഡ്. അപ്പോൾ ഇവിടെ ഈ എൻഡ് ടു എൻഡ് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത് നമ്മളുടെ ട്രാൻസ്പോർട്ട് മോഡാണ്. നമ്മൾ ട്രാൻസ്പോർട്ട് മോഡ് പഠിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, എൻഡ് ടു എൻഡ് ഓതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ് നമുക്ക്
ട്രാൻസ്പോർട്ട് മോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സെർവർ, ഇതൊരു ക്ലയൻറ്റ്, അവർ തമ്മിലുള്ള എൻഡ് ടു എൻഡ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ അതിൻ്റെ പ്രോസസ്സിങ് നമ്മൾ IPsec പ്രോസസ്സിങ് അവിടെ രണ്ട് എൻഡിലും മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. ഒന്നുകിൽ സെർവറിലും ക്ലയൻറ്റിലും മാത്രമേ നമ്മളുടെ ഒതൻറ്റിക്കേഷൻ്റെ IPsec പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും ഇവർക്ക് ഒതൻറ്റിക്കേഷന് വേണ്ടി എന്താ ഉപയോഗിക്കേണ്ട, മാക്കാണ് യൂസ് ചെയ്യണേ. അപ്പോൾ ഈ മാക്ക് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കീ രണ്ടുപേരുടെ കയ്യിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒതൻറ്റിക്കേഷൻ സെക്യൂർ ആയിരിക്കും. അപ്പോൾ അതേപോലത്തെ ഒരു സെനറിയാണ് ഇവിടെയും കാണിച്ചേക്കുന്നത്. ഒരു സെർവറും ഒരു ക്ലയൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അതേ നെറ്റ്വർക്കിലുള്ള വേറൊരു നോഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് എൻഡ് ടു എൻഡ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്കുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഈ എൻഡ് ടു എൻഡ് ഒതൻറ്റിക്കേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മോഡ് ഓഫ് ഒതൻറ്റിക്കേഷൻ. ഇനി നെക്സ്റ്റ് ഇവിടെ കാണുന്നത് ഇറ്റ്സ് ടണൽ മോഡ് ഒതൻറ്റിക്കേഷൻ. ടണൽ മോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷൻ. അപ്പോൾ ഈ വർക്ക് സ്റ്റേഷന് ഈ ഇൻറ്റേർണൽ നെറ്റ്വർക്കിലെ ഒരു നോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ നേരെ ഡയറക്റ്റ്ലി ഈ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ഉണ്ടാവുമല്ലോ. നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള ഫയർവാൾ വഴിയേ ഇങ്ങോട്ടേക്ക് ആക്സസ് കിട്ടാവുള്ളൂ. അപ്പോൾ ദിസ് റിമോട്ട് വർക്ക് സ്റ്റേഷൻ ഒതൻറ്റിക്കേറ്റ്സ് ഇറ്റ് സെൽഫ് ടു ദിസ് പർട്ടിക്കുലർ ഫയർവാൾ എയ്തർ ഫോർ ആക്സസ് ടു ദിസ് പർട്ടിക്കുലർ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് ഓർ ബിക്കോസ് the requested server does not support the authentication feature. അപ്പോൾ ഇവിടെ നോട്ട് ടു നോട്ട് കമ്മ്യൂണിക്കേഷൻ അല്ല, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ല വരുന്നത്. ഇവിടെ ഈ പർട്ടിക്കുലർ റിമോട്ട് നോഡിൽ നിന്ന് ഈ ഫയർവാളിലേക്കാണ് നമ്മളുടെ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സിങ് റിക്വസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എൻഡ് ടു ഇൻ്റർമീഡിയറ്റ് ഒതൻറ്റിക്കേഷൻ എന്നാണ് പറയുക. ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ടണൽ മോഡ് എന്നും പറയും. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്പോർട്ട് മോഡ് ആൻഡ് ടണൽ മോഡ് ഓഫ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡ് ആണെങ്കിൽ വൺ നോഡ് ടു അനദർ നോഡ്, അപ്പോൾ ഈ എൻഡ് ടു എൻഡ്. നെക്സ്റ്റ് ടണൽ മോഡ് ആണെങ്കിൽ എൻഡ് ടു സം ഇൻ്റർമീഡിയറ്റ് റൂട്ടർ ഓർ ഫയർവാൾ. സോ നെക്സ്റ്റ് വി വിൽ സീ ദ സ്കോപ്പ് ഓഫ് AH ഒതൻറ്റിക്കേഷൻ. അപ്പോൾ നമ്മൾ ഒതൻറ്റിക്കേഷൻ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ IPsecലെ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സിങ്ങിൽ AH നമ്മൾ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ പാക്കറ്റിലെ ഫോർമാറ്റ് എങ്ങനെയാണ് വേരിയഡ് ആവുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ കാണിച്ചിരിക്കുന്നത് ബിഫോർ അപ്ലൈയിങ് AH. അപ്പോൾ നമ്മുടെ ഒതൻറ്റിക്കേഷൻ അല്ലെങ്കിൽ IPsec ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോർമാറ്റാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ IPv4ൻ്റെ, നെക്സ്റ്റ് IPv6ൻ്റെ. IPv4 വേർഷൻ 4ൻ്റെയാണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം എന്തുണ്ട്, ഒറിജിനൽ IP ഹെഡർ, ദെൻ TCP എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് വരുന്ന ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന സെഗ്മെൻറ്റ് അല്ലെങ്കിൽ പേലോഡ്, ദെൻ ഡേറ്റ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ ഫോർമാറ്റ്. എന്ന് വെച്ചാൽ ഏതിന് IPsec പ്രോസസ്സിങ്ങിന് മുമ്പുള്ള ഫോർമാറ്റാണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി IPv6ൻ്റെ കേസിലാകുമ്പം ഈ IP ഹെഡറിൻ്റെ കൂടെ എക്സ്റ്റൻഷൻ ഹെഡേഴ്സും കൂടി വരും. നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് പ്രസൻറ്റ് എക്സ്റ്റൻഷൻ ഹെഡേഴ്സ് കൂടി അതിനുള്ളിലേക്ക് വരും. ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ AH യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ഹെഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ ട്രാൻസ്പോർട്ട് മോഡിൽ അല്ലെങ്കിൽ ടണൽ മോഡിൽ. ഇനി ട്രാൻസ്പോർട്ട് മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളുടെ പേലോഡിനെ മാത്രമേ നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടൂ. ഇനിയല്ല ടണൽ മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൻ്റയർ പാക്കറ്റിനെയും ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആഫ്റ്റർ അപ്ലൈയിങ് AH ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതിനെ മാത്രം നോക്കിയാൽ മതി, മെയിനായിട്ട് പേലോഡിനെയാണ് നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ആഡ് ചെയ്തേക്കുന്നത് നോക്കി, നമ്മൾ ഒറിജിനൽ IP ഹെഡർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ ഒതൻറ്റിക്കേഷൻ ഹെഡർ നമ്മൾ ആഡ് ചെയ്തു, ദെൻ ബാക്കി TCP ആൻഡ് ഡേറ്റ. അപ്പോൾ ഈ ഹെഡർ ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഈ ഹെഡറിനെ ഫോളോ ചെയ്തു എന്ന പോർഷനായിരിക്കും നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ IP ഹെഡർ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ ഒതൻറ്റിക്കേഷൻ ഹെഡറിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ പുറത്ത് തന്നെ കീപ്പ് ചെയ്യുന്നു. അല്ല അതിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ടാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മളുടെ ഒതൻറ്റിക്കേഷൻ ഹെഡറിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒതൻറ്റിക്കേഷൻ ഈസ് അപ്ലൈഡ് ടു ദിസ് പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ പാക്കറ്റ്. ഇനി IPv6 ആണെങ്കിൽ ഈ ഒറിജിനൽ IP ഹെഡർ അവിടെയുണ്ട്. പിന്നെ ഈ എക്സ്റ്റൻഷൻ ഹെഡേഴ്സ് തന്നെയാണ് നമ്മൾ ഈ ഹോപ്പ് ബൈ ഹോപ്പ് ഡെസ്റ്റിനേഷൻ റൂട്ടിംഗ് ഫ്രാഗ്മെൻറ്റ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇത് 3 എക്സ്റ്റൻഷൻ ഹെഡേഴ്സാണ്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ AH അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ഹെഡർ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് കാണിച്ചേക്കുന്ന ഈ DST എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ ആൻഡ് എക്സ്റ്റൻഷൻ ഹെഡർ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഓപ്ഷൻസ് കാണിക്കാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ ഹെഡറാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് AH കഴിഞ്ഞോ അല്ലെങ്കിൽ AHന് മുമ്പോ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ AHനെ ഫോളോ ചെയ്ത് വരുന്ന പോർഷനെ ആയിരിക്കും നമ്മളിവിടെ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഒറിജിനൽ ഹെഡറിനെ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഹെഡേഴ്സിനെ നമ്മളിവിടെ ഒതൻറ്റിക്കേഷന് വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് AH ഇൻ ട്രാൻസ്പോർട്ട് മോഡ്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡിൽ ഒറിജിനൽ IP ഹെഡർ കണ്ടല്ലോ, രണ്ടിലും പുറത്താണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എന്ത് വരിക, നമ്മൾ ഒതൻറ്റിക്കേഷൻ ഹെഡർ വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ ടണൽ മോഡിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന സെയിം ഫിഗറാണ് IPv4ൻ്റെയും V6ൻ്റെയും. അപ്പോൾ ആദ്യത്തെ കേസിൽ IP ഹെഡർ, ദെൻ TCP സെഗ്മെൻറ്റ് ആൻഡ് ഡേറ്റ. ഇനി IPv6 ആകുമ്പോഴത്തേക്കും ഇവിടെ എക്സ്റ്റൻഷൻ ഹെഡർ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യും. ഇനി നമ്മൾ AH അപ്ലൈ ചെയ്യുകയാണ് ഇൻ ടണൽ മോഡ്. അപ്പോൾ ടണൽ മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റയർ പാക്കറ്റിനെയും
ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹെഡറിനെ കൂടി ഈ AHൻ്റെ സ്കോപ്പിനുള്ളിൽ വരുത്തണം. അപ്പോൾ എന്താ ചെയ്തേക്കെന്ന് നോക്കി, നേരത്തെ കേസിൽ നമ്മൾ ഈ IP ഹെഡർ കഴിഞ്ഞിട്ടായിരുന്നു AHനെ ഇൻകോപ്പറേറ്റ് ചെയ്തിരുന്നത് ഉണ്ടല്ലോ. ഒറിജിനൽ IP ഹെഡർ പുറത്ത്, അതിനുള്ളിലായിരുന്നു AH വന്നിരുന്നത്. ഇനിയിപ്പോൾ ടണൽ മോഡായപ്പോൾ എന്താ ഡിഫറൻസ്, ഈ 3 പോർഷൻ നമ്മുടെ ആക്ച്വൽ പാക്കറ്റ് എന്ന് പറയുന്നത് അതേപടി നമ്മൾ ഇങ്ങോട്ടേക്ക് നേരെ വന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ എന്തിനുള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തു, AHൻ്റെ AHനുള്ളിൽ എൻക്യാപ്സുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് എൻ്റയർ പാക്കറ്റിന് ഔട്ടറായിട്ടാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ ഹെഡർ ആഡ് ചെയ്തത്. ഇനി ഇതിനെ നമ്മൾ കംപ്ലീറ്റ്ലി പുതിയ പേലോഡായിട്ട് കൺസിഡർ ചെയ്ത് പുതിയൊരു IP ഹെഡർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ന്യൂ IP ഹെഡർ. ഇനി ഈ ഉള്ളിലത്തെ പോർഷൻ, ഈ AH കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻ കംപ്ലീറ്റ്ലി എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ AH യൂസ് ചെയ്യുന്നുണ്ട് ഓതൻറ്റിക്കേഷൻ, ഇത്രയും പോർഷൻ അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അപ്പോൾ അത് പുറമേക്ക് വേറൊരാൾക്ക് ഈ IP ഹെഡറിലുള്ള വാല്യൂസ് റീഡബിൾ ആയിരിക്കില്ല. അല്ല എൻക്രിപ്റ്റഡ് ആണെങ്കിൽ റീഡബിൾ ആവണമെന്നില്ല. ഇനി ഈ ന്യൂ IP ഹെഡർ ഉപയോഗിച്ചായിരിക്കും ബാക്കി നമ്മോട്ടേക്കുള്ള മുമ്പോട്ടേക്കുള്ള പ്രോസസ്സിങ്. അപ്പോൾ ഇനി ഈ ഒരു ടണൽ മോഡിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ന്യൂ IP ഹെഡറിലെ സോഴ്സും ഡെസ്റ്റിനേഷനും ഉപയോഗിച്ചായിരിക്കും പാക്കറ്റിനെ ഫോർവേഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക. ദിസ് ഈസ് IPv4 ഫോർമാറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ AHൻ്റെ പൊസിഷൻ എവിടെയാണ് വന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ ഒറിജിനൽ IP ഹെഡർ കഴിഞ്ഞായിരിക്കും, ഇല്ല ഇനി ടണൽ മോഡാണെങ്കിൽ ഒറിജിനൽ IP ഹെഡറിന് മുമ്പായിരിക്കും. പക്ഷേ അഡീഷണൽ ആയിട്ട് IP ഹെഡർ കൂടി നമ്മളവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യണം ഇൻ ദ കേസ് ഓഫ് ടണൽ മോഡ്. ഇനി IPv6 ആകുമ്പോഴത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ അതേപടി നമുക്ക് എവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാം, നേരെ ഇങ്ങോട്ടേക്ക് കോപ്പിഡായി ഉണ്ടല്ലോ. ഒറിജിനൽ IP ഹെഡർ, എക്സ്റ്റൻഷൻ ഹെഡേഴ്സ്, പിന്നെ TCP ഡേറ്റ. ഇനി ഇതിനെ കംപ്ലീറ്റ്ലി ഒരു AH ഉപയോഗിച്ച് നമ്മൾ എൻക്യാപ്സുലേറ്റ് ചെയ്തു. അതായത് IPsecൻ്റെ ഓതൻറ്റിക്കേഷൻ ഹെഡർ ഉപയോഗിച്ച് അതിനുള്ളിലാക്കി ഈ എൻ്റെ പോർഷനെ മാറ്റി. അപ്പോൾ ഈ എൻ്റയർ പാക്കറ്റ്, ഒറിജിനൽ പാക്കറ്റിനെ കംപ്ലീറ്റ്ലി നമ്മൾ AH ഉപയോഗിച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഇനി അതിന് പുറത്തേക്ക് എന്ത് വരണം, ഈ ന്യൂ IP ഹെഡർ IPv4 വന്ന പോലെ തന്നെ ഇവിടെയും ന്യൂ IP ഹെഡർ വരണം. പക്ഷേ V6 ആകുമ്പം എക്സ്റ്റൻഷൻ ഹെഡേഴ്സിനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ന്യൂ IP ഹെഡറിൻ്റെ എക്സ്റ്റൻഷൻ ഹെഡേഴ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു പോർഷൻ. ഉണ്ടെങ്കിൽ നമുക്കതിനിവിടെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ സ്കോപ്പ് ഓഫ് AH ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ നമ്മൾ ഹെഡറിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഓതൻറ്റിക്കേഷൻ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യുക. ഒറിജിനൽ IP ഹെഡറിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും AH വരിക. V6 ആണെങ്കിലും V4 ആണ്. ഇനി ടണൽ മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓതൻറ്റിക്കേഷൻ ഹെഡർ കഴിഞ്ഞിട്ടായിരിക്കും ഒറിജിനൽ പാക്കറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്പോർട്ട് മോഡ് ആൻഡ് ടണൽ മോഡ്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡാണെങ്കിൽ നമ്മളുടെ പേലോഡിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും, ടണൽ മോഡാണെങ്കിൽ എൻ്റയർ IP പാക്കറ്റിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് പ്രോസസ് ഓഫ് യൂസിങ് ഓതൻറ്റിക്കേഷൻ ഹെഡർ.